Hello students, class 11 Cbse Computer Science and Python ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. So we are starting with the first chapter, getting started with Python. ഈ ചാപ്റ്ററിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട 2 ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്, ജസ്റ്റ് an introduction. So Python പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത് ഗൈഡോ വാൻ റോസും അദ്ദേഹമാണ്. സോ ഹീ ഈസ് നോൺ ആസ് എ ഫാദർ ഓഫ് പൈത്തൺ. 2 ലാംഗ്വേജസിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു ലാംഗ്വേജാണ് പൈത്തൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലൈക്ക് ദ ലാംഗ്വേജസ് Cbse ആൻഡ് മോഡില, ഈ 2 ലാംഗ്വേജസിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് പൈത്തൺ ലാംഗ്വേജ് വരുന്നത്. ആൻഡ് എന്തുകൊണ്ട് ഈ ഒരു ലാംഗ്വേജിന് പൈത്തൺ എന്നുള്ളൊരു പേരിട്ടാൽ, അദ്ദേഹം ഒരു ഫേമസ് BBC കോമഡി ഷോ ആയ മോൺലി പൈത്തൺസ് ഫ്ലൈയിങ് സർക്കസിൽ ആ ഒരു ഇതിൽ നിന്നാണ് അദ്ദേഹം ഈ പൈത്തൺ എന്നുള്ളൊരു ടേം എടുത്തത്. പൈത്തൺ ക്ലാസസ്, ഈ ഒരു ബോക്സ് ഇതിൽ നന്നായിട്ട് പഠിക്കുക, അത് മനസ്സിലാക്കി എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതി. ലൈക്ക് അഡ്വാൻറ്റേജസ് ഓഫ് പൈത്തൺ ആണ് ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ഈസി ടു യൂസ് OO ലാംഗ്വേജ്. OO ലാംഗ്വേജ് എന്ന് വെച്ചാൽ എന്താ? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് എന്നാണ്. സോ ഇറ്റ് ഈസ് ഈസി ടു യൂസ്, അതായത് ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രോഗ്രാമേഴ്സിന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമുക്കത് റീഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്ന ലാംഗ്വേജാണ് ഈസി ടു യൂസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് ആൻ എക്സ്പ്രസീവ് ലാംഗ്വേജ്, അതായത് ഇറ്റ് ഈസ് ഈസി, ഇറ്റ് ഈസ് വെരി സിമ്പിൾ ടു റൈറ്റ്. ഫ്യൂ ലൈൻസിൽ തന്നെ നമുക്ക് കോഡ് എന്ത് ചെയ്യാൻ പറ്റും? കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് വേറൊരു ലാംഗ്വേജ് എക്സാമ്പിൾ അവർ തന്നിരിക്കുന്നത് C++ ആണ്. സോ C++ൽ നമ്മൾ ഇൻറ്റ് ഈക്വൽ ടു 2, B ഈക്വൽ ടു 3 അങ്ങനെ നമ്മൾ ഓരോന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. പക്ഷേ പൈത്തണിൽ സിംപ്ലി A ഈക്വൽ ടു B അല്ലെങ്കിൽ A ഈക്വൽ ടു 2 എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എന്ത് ഡേറ്റ ടൈപ്പാണ് അതിൽ അക്സെപ്റ്റ് ചെയ്യും. നമ്മളായിട്ട് അത് റൈറ്റ് ചെയ്ത് കൊടുക്കണമെന്നില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഡേറ്റ ടൈപ്പിൽ അത് റീഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് ഇൻറ്റർപ്രിറ്റഡ് ലാംഗ്വേജ്. പൈത്തൺ എന്താണ്? കമ്പൈൽഡ് അല്ല, ബട്ട് ഒരു ഇൻറ്റർപ്രിറ്റഡ് ലാംഗ്വേജ് ആണ്. അതായത് അറ്റ് എ ടൈം ഒരു കോഡായിരിക്കും അത് റീഡ് ചെയ്യുന്നത്. സോ പൈത്തൺ എന്താണ്? പൈത്തൺ ഒരു ഇൻറ്റർപ്രിറ്റഡ് ലാംഗ്വേജ്. Python is an interpreted language, not a compiled language. ഇനി what is an interpreter? Interpreter എന്താ ചെയ്യുന്നത്? ഒരു ടൈം, അതായത് അറ്റ് എ ടൈം ഒരു കോഡ് ലൈൻ എക്സിക്യൂട്ട് ചെയ്യും. ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷനെയാണ് നമ്മൾ ഇൻറ്റർപ്രിറ്റർ എന്ന് പറയുന്നത്. സോ പൈത്തൺ അങ്ങനെ ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡീബഗ് ചെയ്യാനും, അതായത് നമുക്ക് എറേഴ്സ് പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നതാണ്. ദെൻ ഇറ്റ്സ് കംപ്ലീറ്റ്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു പൈത്തൺ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ നമ്മളൊരു പൈത്തൺ പ്രോഗ്രാം അല്ലെങ്കിൽ അതൊരു പൈത്തൺ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലുള്ള എല്ലാ അവൈലബിൾ ആയിട്ടുള്ള മോഡ്യൂൾസും കിട്ടും. ലൈക്ക് ഓൾ മോഡ്യൂൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. സോ അതാണ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്നെസ്. നമുക്കെല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് കിട്ടും. GUI ഡെവലപ്മെൻറ്റ് ആയാലും, നെറ്റ്വർക്ക് കണക്ഷൻസ് ആയാലും, വെബ് പേജസ് ആയാലും, പേജസ് ആയാലും എല്ലാം നമുക്ക് എന്ത് ചെയ്യും? നമുക്കത് കിട്ടും. നെക്സ്റ്റ് എന്താണ്? ക്രോസ് പ്ലാറ്റ്ഫോം ലാംഗ്വേജ്, അതായത് ഒരു പോർട്ടബിൾ ലാംഗ്വേജ് ആണ്. മീൻസ് ഏതൊരു സിസ്റ്റം സോഫ്റ്റ്വെയറിൽ നമുക്കിത് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈവൻ സ്മാർട്ട് ഫോൺസിൽ വരെ പൈത്തൺ ലാംഗ്വേജ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ദാറ്റ് ഈസ് എ ക്രോസ് പ്ലാറ്റ്ഫോം ലാംഗ്വേജ്. ദാറ്റ് ഈസ് പൈത്തൺ ഈസ് എ പോർട്ടബിൾ ലാംഗ്വേജ്. ഇതൊരു ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആണ്, അല്ലേ? നമുക്ക് പെയ്ഡ് അല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ +1 പഠിക്കുന്ന എല്ലാവരും നമ്മുടെ കയ്യിൽ സ്മാർട്ട് ഫോണിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം സ്മാർട്ട് ഫോണും സിസ്റ്റംസും ഉള്ളവർ ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുക. കൂടുതലും പ്രാക്ടീസ് ചെയ്ത് തന്നെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കണം. നെക്സ്റ്റ് എന്താണ്? വെറൈറ്റി ഓഫ് യൂസേജ് ആപ്ലിക്കേഷൻസ്, അല്ലേ? പല ആപ്ലിക്കേഷൻസ് നമുക്കിതിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ലൈക്ക് ഇൻ ദ സെൻസ് GUI പ്രോഗ്രാംസ് ഉണ്ട്, വെബ് ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഗെയിം ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റും, ഡേറ്റാബേസ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. സോ നമുക്ക് എല്ലാ ആപ്ലിക്കേഷൻസും നമുക്ക് പൈത്തൺ വെച്ച് ചെയ്യാനായിട്ട് പറ്റും. സോ പൈത്തൻ്റെ പ്ലസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഈസി ടു യൂസ്, ഒരു എക്സ്പ്രസീവ് ലാംഗ്വേജ് ആണ്, ഇൻറ്റർപ്രിറ്റഡ് ലാംഗ്വേജ് ആണ്, കംപ്ലീറ്റ്നെസ്, ക്രോസ് പ്ലാറ്റ്ഫോം ലാംഗ്വേജ്, ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ്, വെറൈറ്റി ഓഫ് യൂസേജ് ഓഫ് ആപ്ലിക്കേഷൻസ്. ഇതൊക്കെയാണ് പൈത്തൻ്റെ അഡ്വാൻറ്റേജസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പൈത്തൻ്റെ തന്നെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ആണ്, അല്ലെങ്കിൽ മൈനസസ് ആണ്, അല്ലേ?
ഫസ്റ്റ് വൺ എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ദ ഫാസ്റ്റസ്റ്റ് ലാംഗ്വേജ്. അതായത് ഇതൊരു ഇൻ്റർപ്രിറ്റഡ് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ ഇതെന്തല്ല, ഒരു ഫാസ്റ്റ് ലാംഗ്വേജ് അല്ല. ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ, അല്ലെങ്കിൽ ലൈൻ ബൈ ലൈൻ ഒരു ഡീബഗിങ് നടക്കുമ്പോൾ തന്നെ ഒരു എറർ ഫൈൻഡ് ഔട്ട് ചെയ്ത് അത് ക്ലിയർ ചെയ്തിട്ട് അത് അടുത്ത ലൈനിലോട്ട് പോകത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഫാസ്റ്റസ്റ്റ് ലാംഗ്വേജ് അല്ല. ലെസ് ലൈബ്രറീസ് ദാൻ സി, ജാവ, പേൾ. മറ്റ് പ്രോഗ്രാമായ സി, ജാവ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ലൈബ്രറി കളക്ഷൻസ് വളരെ കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ അടുത്ത എന്താണ്? നോട്ട് സ്ട്രോങ് ഓൺ ടൈപ്പ് ബൈൻഡിങ് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ അഡ്വാൻറ്റേജസ് പഠിച്ച സമയത്ത് പറഞ്ഞതായിരുന്നു എന്താണ്, ഇറ്റ് ഈസ് എൻ എക്സ്പ്രസീവ് ലാംഗ്വേജ്. അതായത് നമ്മൾ സിമ്പിളായിട്ട് എ ഈക്വൽ ടു 2 എന്നോ ബി ഈക്വൽ ടു 3 എന്നോ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് എയിലേക്ക് 2 എന്ന് പറയുന്നൊരു ഇൻറ്റിജർ സ്റ്റോർ ആവും, ബിയിലേക്ക് 3 എന്ന് പറയുന്നൊരു ഇൻറ്റിജർ സ്റ്റോർ ആവും അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ അതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മളിപ്പം ഒരു പ്രോഗ്രാം എഴുതുന്ന സമയത്ത് ആദ്യം എ ഈക്വൽ ടു 2 എന്ന് കൊടുത്തു. അതിനുശേഷം ഈ സെയിം എ ഈക്വൽ ടു എ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ കൊടുത്തു എന്ന് വിചാരിക്കുക. നമ്മൾ നെക്സ്റ്റ് പറയുന്നത് പ്രിൻറ്റ് എ ആണ്. ഓക്കെ, പ്രിൻറ്റ് എ. എന്നാൽ ഏത് വാല്യൂ ആയിരിക്കും പ്രിൻ്റ് ആവുന്നത്? ഈ ക്യാരക്ടർ വാല്യൂ ആണ് പ്രിൻ്റ് ആവുന്നത്. ഓക്കെ, ഈ ക്യാരക്ടർ വാല്യൂ ആണ് പ്രിൻ്റ് ആവുന്നത്. അതായത് ലാസ്റ്റ് വരുന്ന വാല്യൂ ആണ് ആ എയിലേക്ക് ഇരിക്കുന്നത്. അതിപ്പോൾ നമ്മൾ ഇതിന് പകരം അടുത്ത് കൊടുക്കുന്നത് എ ഈക്വൽ ടു എ പ്ലസ് ബി ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിലും അവിടെ എന്ത് കാണിക്കും? എറർ കാണിക്കും. കാരണം ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ എയുടെ വാല്യൂ എന്താണ്? എയുടെ വാല്യൂ ഈ ക്യാപിറ്റൽ എ ആണ്, അല്ലാതെ 2 അല്ല. ഓക്കെ, അപ്പം ആ കാൽക്കുലേഷനിൽ എന്ത് കാണിക്കും? എറർ കാണിക്കും. അതാണ് പറയുന്നത് ദിസ് ഇസ് നോട്ട് സ്ട്രോങ് ഓൺ ടൈപ്പ് ബൈൻഡിങ്. സോ ഓരോ വേരിയബിൾസിൽ ലാസ്റ്റ് വരുന്ന അല്ലെങ്കിൽ അടുത്തടുത്ത് വരുന്ന വാല്യൂസ് അനുസരിച്ച് ആ വേരിയബിളുടെ വാല്യൂ, ആ ലൊക്കേഷനിലിരിക്കുന്ന വാല്യൂ എന്താണ്, മാറിക്കൊണ്ട് ഇരിക്കുവാണ്. അല്ലാതെ എയിൽ 2 തന്നെ എപ്പോഴും ഇരിക്കണമെന്നില്ല. കൺവേർട്ടിബിൾ. നമ്മൾ നേരത്തെ പറഞ്ഞു പൈത്തൺ ഈസ് വെരി എക്സ്പ്രസീവ് ആൻഡ് വെരി ഈസി ടു യൂസ് അല്ലേ? അതായത് പൈത്തൻ്റെ സിൻടാക്സ് ഒക്കെ വളരെ സിമ്പിളാണ്. നമുക്കിങ്ങനെ ഇൻറ്റ് എ, ഇൻറ്റ് ബി അങ്ങനെയൊന്നും കൊടുക്കണ്ട. എ ഈക്വൽ ടു 2, എ ഈക്വൽ ടു ആപ്പിൾ എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ ക്യാരക്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക്കലി ആവും. അപ്പം ഇതിൻ്റെ സിൻടാക്സ് വളരെ സിമ്പിളായിട്ടുള്ളൊരു സിൻടാക്സാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പൈത്തൺ ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന ഒരു പ്രോഗ്രാമിനെ മറ്റൊരു പ്രോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യും. സോ ഇതൊക്കെയാണ് പൈത്തൻ്റെ ഡിസഡ്വാൻറ്റേജസ് പഠിക്കുന്നത്. എന്തൊക്കെയാണ്? ഫാസ്റ്റസ്റ്റ് ലാംഗ്വേജ് അല്ല, ഇറ്റ് ഈസ് നോട്ട് ദ ഫാസ്റ്റസ്റ്റ് ലാംഗ്വേജ്. ലെസ് ലൈബ്രറീസ് കമ്പയറിംഗ് ടു അതർ ലാംഗ്വേജസ് സച്ച് ആസ് സി, ജാവ, പേൾ. നോട്ട് സ്ട്രോങ് ഓൺ ടൈപ്പ് ബൈൻഡിങ്. നോട്ട് ഈസിലി കൺവേർട്ടിബിൾ. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ ഇനി 2 ബേസിക് ആയിട്ടുള്ളൊരു കൺവേർഷനാണ് പഠിക്കുന്നത്, കമ്പൈലേഷനും ഇൻ്റർപ്രിറ്റേഷനും. എപ്പം ഏതൊരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് പഠിച്ചാലും നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങളാണ് കമ്പൈലേഷൻ എന്താണ്, ഇൻ്റർപ്രിറ്റേഷൻ എന്താണെന്ന്. സോ ഇൻ്റർപ്രിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് ആക്കുമ്പോൾ അത് ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷനാണ് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ ഇൻ്റർപ്രിറ്റർ എന്ന് പറയും. അതായത് ഒരു ലൈനിൽ എന്തെങ്കിലും ഒരു എറർ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് റെക്ടിഫൈ ചെയ്യാതെ എന്ത് ചെയ്യില്ല, അടുത്ത ലൈനിലേക്ക് അത് എക്സിക്യൂഷൻ പോകത്തില്ല. ഓക്കെ, അതേസമയം കമ്പൈലർ എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ആദ്യമേ എല്ലാം കൺവേർട്ട് ചെയ്യും. ഒരുമിച്ച് എല്ലാ പ്രോഗ്രാം എഴുതിയതിന് ശേഷം നമ്മൾ റൺ കൊടുക്കുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും, ഇത് എക്സിക്യൂഷൻ നടക്കും. അപ്പം ഉണ്ടാവുന്ന എറേഴ്സ് എല്ലാം ഒരുമിച്ച് അത് ലിസ്റ്റ് ഔട്ട് ചെയ്യും. ഇതാണ് കമ്പൈലേഷനും ഇൻ്റർപ്രിറ്റേഷനും. ഇൻ്റർപ്രിറ്റേഷൻ കുറച്ചുകൂടി ഈസി ടു ഡീബഗ് ആണ്. അതായത് നമുക്ക് എവിടെ അപ്പം ഒരു മിസ്റ്റേക്ക് വന്നാൽ അപ്പം തന്നെ അത് ക്ലിയർ ചെയ്ത് പോകും. പക്ഷെ അതുകൊണ്ട് തന്നെ അത് കുറച്ച് സ്ലോ ആയിരിക്കും. കമ്പൈലേഷൻ ഫാസ്റ്റസ്റ്റ് മെത്തേഡാണ്. പക്ഷെ നമുക്ക് എല്ലാ എറേഴ്സും കൂടി ഒരുമിച്ച് വരുമ്പോൾ അത് പിന്നെ ഡീബഗ് ചെയ്യാനായിട്ട് കുറച്ച് പ്രയാസം തോന്നാറുണ്ട്. ഇപ്പോൾ രണ്ടിൻ്റെയും ആ ഒരു ഫ്ലോ ചാർട്ട് പഠിച്ച് വെക്കുക. കമ്പൈലേഷൻ നമ്മളൊരു സോഴ്സ് കൊടുത്തു, കമ്പൈലറിൽ പോയി എല്ലാ ഇതും കൂടി ഒരുമിച്ച് ആ ഒരു ടാർഗറ്റ്, അതായത് ഫുൾ കമ്പൈൽ ചെയ്തു, വേറെ എററൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഔട്ട്പുട്ട് എടുക്കും. ഇൻ്റർപ്രിറ്റേഷൻ ആണെങ്കിൽ സോഴ്സ് കൊടുക്കുക, അതപ്പം തന്നെ ഇൻ്റർപ്രിറ്റ് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കുക. എഗെയിൻ അടുത്ത സോഴ്സ് കോഡ് ലൈൻ കൊടുക്കുക, അതും ഇൻ്റർപ്രിറ്റ് ചെയ്ത് ഔട്ടായിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതായത് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യനായിട്ട് വരുന്ന ഒരു പാർട്ടല്ല. അതായത് നമ്മൾ Cbseൽ പഠിക്കുന്നത് പൈത്തൺ ഐഡിയൽ മോഡിൽ. ഓക്കെ, സോ പൈത്തണിൽ തന്നെ നമുക്ക് ഇങ്ങനെ സ്പൈഡറൊക്കെ ഉണ്ട്. നമ്മൾ ആ സോഫ്റ്റ്വെയർ ഒന്നുമല്ല, പൈത്തൺ ഐഡിയൽ
3-point വേർഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ബട്ടൺ, ഓൾ പ്രോഗ്രാംസ്, പൈത്തൺ 3.6 ആണ് എടുത്തേക്കുന്നത്, ഐഡിയൽ പൈത്തൺ GUI അങ്ങനെ. അപ്പം അത് നമുക്ക് നോർമൽ ഒന്ന് സെലക്ട് ചെയ്യുന്ന മെത്തേഡാണ് പറയുന്നത്. അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതിയായിരിക്കും. നമ്മളത് പ്രാക്ടിക്കൽ ലാബിൽ ചെയ്യുമ്പോഴേക്കും ആ സ്റ്റെപ്സൊക്കെ ബൈ ഹാർട്ട് ആയിക്കോളും. ഇനി അറിഞ്ഞിരിക്കേണ്ടത് വൈവിക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഇൻറ്ററാക്റ്റീവ് മോഡ്, എന്താണ് സ്ക്രിപ്റ്റ് മോഡ്. ഇൻറ്ററാക്റ്റീവ് മോഡിനെ ഇമ്മീഡിയറ്റ് മോഡ് എന്ന് പറയും. അതായത് നമ്മൾ ഒരു പൈത്തൺ ഷെൽ ഓപ്പൺ ചെയ്ത് വെച്ചാൽ, അതായത് ഈ കാണുന്നതാണ് പൈത്തൺ ഷെല്ല്, കണ്ടോ 3 പോയിൻറ്റ്, ഇതാണ് പൈത്തൺ ഷെല്ല്. അപ്പം നമ്മൾ അപ്പം എഴുതുന്ന കോഡിന് അതിൽ തന്നെ ആൻസർ എന്ത് ചെയ്യും, കിട്ടും, ഇമ്മീഡിയറ്റ് ആൻസർ. അപ്പം നമ്മൾ ഈ ഷെല്ലിൽ എഴുതിയിരിക്കുന്ന ആ പ്രോഗ്രാമിന് അപ്പം തന്നെ ആൻസർ വന്നു, ഇമ്മീഡിയറ്റ് ആൻസർ വന്നു. ഇതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്ററാക്റ്റീവ് മോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേസമയം ഇനി നമ്മൾ സ്ക്രിപ്റ്റ് ആണെങ്കിൽ നമ്മൾ ഒരു പ്രോഗ്രാം എഴുതി നമ്മളൊരു ഫയൽ ഓപ്പൺ ചെയ്യും, ഒരു സ്ക്രിപ്റ്റ് ഓപ്പൺ ചെയ്ത്, ഇത് ഷെല്ലല്ല, ഷെല്ല് ന്യൂ വിൻഡോ എടുത്ത് ഒരു ഫയൽ, ഒരു ന്യൂ വിൻഡോ ഓപ്പൺ ചെയ്ത് അതിന് ഒരു നെയിമിൽ .py ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, .py എക്സ്റ്റൻഷനിലായിരിക്കും ആ ഒരു ഫയൽ എന്ത് ചെയ്യുന്നത്, സേവ് ആക്കുന്നത്. ഇതൊക്കെ വൈവ ക്വസ്റ്റ്യൻസ് ആണ്. സോ .py എക്സ്റ്റൻഷനിൽ ആ ഫയൽ സേവ് ചെയ്യും. ആൻഡ് അത് നമ്മളെടുത്ത് റൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു ആൻസർ കിട്ടും. അപ്പോൾ ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് എപ്പോൾ വേണമെങ്കിലും എടുത്ത് റൺ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് സ്ക്രിപ്റ്റ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്ക്രിപ്റ്റിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു ന്യൂ ഫയലിൻ്റെ അകത്ത് ഒരു പ്രോഗ്രാം എഴുതിയിട്ട് അത് സേവ് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് പിന്നെ വിസിബിൾ ചെയ്യുന്നതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്രിപ്റ്റ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഒരു പൈത്തൺ പ്രോഗ്രാമിംഗ് ഓപ്പൺ ചെയ്യുന്ന ബേസിക് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു. ആദ്യം പൈത്തൺ ഇത് ഓൾ പ്രോഗ്രാംസിൽ പോയി പൈത്തൺ എടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം വരുന്നത് ഒരു ഷെല്ലായിരിക്കും. ഇതാണ് ഈ ഷെല്ല്. ഈ ഷെല്ലിൽ തന്നെ ആ ഫസ്റ്റ് കാണുന്ന ഫയൽ ബട്ടൺ ഇത് ന്യൂ ഫയൽ, അങ്ങനെയാണ് നമുക്കൊരു ന്യൂ വിൻഡോ ഓപ്പൺ ആവും. അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഫയൽ സേവ് ബട്ടൺ കൊടുത്ത് py എക്സ്റ്റൻഷൻ ഒരു പേരിട്ട് സേവ് ചെയ്യുക. അതിന് ശേഷം ആ വിൻഡോയ്ക്കകത്ത് അപ്പോൾ ഹലോ py എന്നുള്ളൊരു ഇത് വന്നു. ഈ വിൻഡോയ്ക്കകത്ത് നമ്മൾ പ്രിൻറ്റ് ഹലോ കൊടുത്തതിന് ശേഷം ഇത് റൺ ചെയ്യണം. റൺ ചെയ്യാൻ അവിടെ മെയിൽ ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ F5 ബട്ടണാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇങ്ങനെയാണ് F5 കീ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയാണ് ഒരു ബേസിക് പൈത്തൻ്റെ ഒരു പ്രോസസ്സിങ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിൽ ബാക്കി വരുന്നത് ആനക്കൊണ്ടയും സ്പൈഡറും ഒക്കെയാണ്. അതൊന്നും നമുക്ക് ആവശ്യമില്ല. ആനക്കൊണ്ടയും സ്പൈഡറിലൊക്കെ നമ്മൾ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതൊക്കെയാണ് ഇതിൽ ബാക്കി കുറച്ച് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. അതൊന്നും വേണ്ട. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, പിന്നെ എന്താണ് കമ്പൈലേഷൻ, ഇൻ്റർപ്രിറ്റേഷൻ ആൻഡ് ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. സ്ക്രിപ്റ്റ് മോഡ് എന്താണെന്നും ഇൻറ്ററാക്റ്റീവ് മോഡ് എന്താണെന്നും. സോ നെക്സ്റ്റ് ചാപ്റ്റർ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.